Hello and welcome back to our channel. ഇന്ന് നമ്മൾ ചില്ലി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, പക്ഷേ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചില്ലി ചിക്കൻ. ലാസ്റ്റ് ടൈം ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോണേന്നല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും ഈ വീഡിയോ കാണുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ നമുക്ക് വേഗം തുടങ്ങാം. ചില്ലി ചിക്കന് ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബോൺലെസ് ചില്ലി ചിക്കനുണ്ട്, ബോണുള്ള ചില്ലി ചിക്കനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ബോൺലെസ് ആയിട്ടല്ല എടുത്തിരിക്കുന്നത്, ബോൺസുള്ള ചെറിയ ബോൺസുള്ള പീസുകൾ ചെറിയ കഷ്ണങ്ങളായാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി സോയ സോസ് ഒഴിക്കണം. അതായത് നമ്മൾ ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ സോസിൻ്റെ ഒരു കോമ്പിനേഷൻസ് ആണല്ലോ. ഇവിടെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ സോയ സോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ആവശ്യമുള്ളത് ഗ്രീൻ ചില്ലി സോസാണ്. ഗ്രീൻ ചില്ലി സോസ് ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണാണ്. അപ്പോൾ അളവ് കൂടും, കാരണം 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് ഇതിൽ എരിവിന് നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കില്ല, പെപ്പർ പൗഡർ മാത്രമേ ചേർക്കുള്ളത്. കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ. അപ്പോൾ വിനീഗറും സോയ സോസും ഒക്കെ ഈ ചില്ലി ചിക്കനിലും ഫ്രൈഡ് റൈസിലൊക്കെ കോമൺ ആയിട്ടുള്ളതാണ്. പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ 1 കോഴിമുട്ട, പിന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലവർ. അപ്പോൾ മുട്ടയുടെ അളവും ഇപ്പോൾ ഒന്നൊക്കെ തന്നെ ധാരാളമാണ്. നല്ലൊരു ക്രിസ്പി ഇത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണേ. അപ്പോൾ കോൺഫ്ലവർ ഇട്ടു. ഇനി വേറെ ഒന്നുമില്ല, നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ടൊരു അരമണിക്കൂർ നേരം ഇതങ്ങനെ മാരിനേറ്റ് ചെയ്തിരുന്നോട്ടെ. ഇപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഏറ്റവും പെട്ടെന്ന് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അതുപോലെ സോസൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഉപ്പും ഒക്കെ നോക്കണം കേട്ടോ ഈ സമയത്ത്. ഇതിവിടെ ഇരിക്കട്ടെ. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ആവാൻ അത്രയും എണ്ണ ഒഴിക്കാം, പക്ഷെ ഞാനിന്ന് അത്രയും ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ടുള്ള അത്രയും ഓയിലൊന്നും ഒഴിക്കുന്നില്ല. 2 സൈഡും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. 2 സൈഡിലും പീസുകളൊക്കെ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ആണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിത് ഒറ്റ ബാച്ചിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല, 2-3 ബാച്ചുകളായിട്ടേ എനിക്കിത് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു സൈഡ് നല്ല ക്രിസ്പി ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാൻ എല്ലാ സൈഡും തിരിച്ചും മറിച്ചു വിട്ടു. അപ്പോൾ ഈ സൈഡിൽ അതേ കളർ അപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ഇതേപോലെ ചിക്കൻ കോരി മാറ്റാം. ചിക്കൻ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. അതും വളരെ ഈസിയാണ്. ഇപ്പോൾ ചിക്കൻ 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം ചിക്കൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ടിഷ്യൂ പേപ്പറിലേക്ക് ഇടാം കേട്ടോ. ഓയിൽ ഒരുപാട് കുടിക്കുന്നൊന്നുമില്ല ഇത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാൻ അതേ ഓയിൽ തന്നെയാണ്, ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം വേറൊരു പാത്രത്തേക്ക് എടുത്ത് ഒഴിച്ച് അത് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 വലിയ കുടം വെളുത്തുള്ളി എടുക്കണം. 2 വലുത് എടുക്കണം കേട്ടോ. നല്ലപോലെ വെളുത്തുള്ളി വേണം, നല്ല വട്ടത്തിലരിഞ്ഞ് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം, മൊരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറുതായിട്ടൊരു പച്ചമണം മാറി കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് കൊത്തിയരിഞ്ഞ സബോള 2 ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രേവി പാർട്ടിൽ വരുന്നത്. സബോള ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എന്ത് ചേർക്കാം? നമ്മുടെ ക്യാപ്സിക്കം നന്നായി കൊത്തിയരിഞ്ഞതായാലും, അതായത് നമ്മളിപ്പോൾ ഇതിലേക്ക് 2 രീതിയിൽ സബോളയും ക്യാപ്സിക്കം ചേർക്കും. ഒന്ന് ചെറുതായിട്ടും ഒന്ന് വലുതായിട്ട്. അപ്പോൾ ചെറുതായി ചേർത്തത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അത് ഒരുപാട് ക്രിസ്പി അങ്ങനെ ക്രിസ്പി ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ ഉപ്പ് ചേർക്കുന്നത് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇപ്പം തന്നെ ചേർക്കുന്നുണ്ട്. ആവശ്യാനുസരണം നമുക്ക് പിന്നീടും ചേർക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് സ്പ്രിങ് അണിയൻസ് ആണ്. സ്പ്രിങ് അണിയൻസ് നമ്മുടെ ചില്ലി ചിക്കനിൽ ഭയങ്കര ഒരു ഫ്ലേവർ തരുന്നതാണ്. നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതേപോലത്തെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ വരണമെങ്കിൽ സ്പ്രിങ് ഒനിയൻസ് മസ്റ്റാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ
ക്യാപ്സിക്കം വലുതായിട്ട് അരിഞ്ഞതും അതേപോലെ സബോള വലുതായിട്ട് അരിഞ്ഞതും നമുക്കിതിലേക്ക് ചേർക്കണം. ഇത് ഒരുപാട് വാടിപ്പോവേണ്ട ആവശ്യമില്ല. നമുക്കൊരു ചെറുതായിട്ട് ഒരു ക്രിസ്പിനെസ് കിട്ടണം, ക്യാപ്സിക്കം ആയാലും സബോള ആയാലും. അപ്പം ഞാൻ രണ്ടും ഇതിലേക്ക് ഇട്ട് ഒരു അര സെക്കൻഡ്, ഒരു 30 എന്താ പറയുക, അര സെക്കൻഡ് അല്ല കേട്ടോ, അര മിനിറ്റ് 30 സെക്കൻഡൊക്കെ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് സോസുകൾ നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഈ ഇളക്കണ സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇടാം കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടില്ലേ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലായിട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാക്കുക. സോസൊക്കെ ഒഴിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഫ്ലെയിം ലോ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയതിന് ശേഷം ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. അതിന് ശേഷം നമുക്കതിലേക്ക് സോസുകൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. 3 ടേബിൾ സ്പൂൺ സോയ സോസ് നമ്മൾ ഗ്രേവിയിലേക്കും ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിലേക്കാണ് സോയ സോസ് ചേർത്തത്. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ സോയ സോസ് ഗ്രേവിയിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കുക. അതായത് നമ്മുടെ ഈ മസാല, അതായത് ഈ ഗ്രേവി എല്ലാ സബോളയും ക്യാപ്സിക്കമായിട്ടൊന്ന് മിക്സ് ആവണ്ടേ. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് റെഡ് ചില്ലി സോസ് മേടിക്കാൻ കിട്ടും. റെഡ് ചില്ലി സോസ്, ഇത് ടൊമാറ്റോ സോസ് ആണ്, തെറ്റിദ്ധരിക്കരുത്, ഇത് റെഡ് ചില്ലി സോസാണ്. 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഞാൻ ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ചേർക്കും, പക്ഷേ റെഡ് ചില്ലി സോസും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റെഡ് ചില്ലി സോസും ചേർത്തിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ അവിടെ മാരിനേറ്റ് ചെയ്തതിൽ പകുതി സാധനങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. വിനീഗർ ഇവിടെ 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഞാൻ ആ സോസ് എടുത്ത അതേ സ്പൂണാണ് കേട്ടോ, അതാണ് ആ ഒരു കളർ അതിലിരിക്കുന്നത്. അപ്പോൾ വിനീഗറും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മുടെ ഇതിലേക്ക് മധുര ടേസ്റ്റ് വേണ്ടേ, അതിന് ഷുഗർ മാത്രമല്ല ചേർക്കുന്നത്, ടൊമാറ്റോ സോസും ചേർക്കണം. അപ്പോൾ ടൊമാറ്റോ സോസ് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ചേർക്കണം. അത് ഞാനിപ്പോൾ ലാസ്റ്റ് മധുരം നോക്കിയിട്ട് മാത്രമേ പഞ്ചസാര ചേർക്കുള്ളൂ. ഈ ഒരു ലെവലാകുമ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടിയും സ്പ്രിംഗ് ഓണിയൻസ് നമുക്ക് ചേർക്കാം. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്ലേവർ നല്ലപോലെ കിട്ടും. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേപോലത്തെ ഫ്ലേവറിൽ കിട്ടും. അപ്പോൾ എനിക്ക് സ്പ്രിംഗ് ഓണിയൻസ് എപ്പോഴും നമുക്ക് കടയിൽ പോയാൽ വാങ്ങിക്കാൻ കിട്ടാറില്ല. വീട്ടിൽ തന്നെ സ്പ്രിംഗ് ഓണിയൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഇനി നമ്മളുടെ ചില്ലി ചിക്കൻ നല്ല തിക്കായിട്ട് വേണ്ട ഗ്രേവി. അതിനായിട്ട് ഞാനൊരു കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചിരിക്കുന്നതാണ്. അതേപോലെ ആവശ്യത്തിന് വെള്ളം നിങ്ങൾ ഈ സമയത്ത് ചേർക്കണം. അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളത് നമ്മളാണ് കേട്ടോ തീരുമാനിക്കണം. അപ്പോൾ ഒരുപാട് ഗ്രേവി ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ബേസിക്കലി കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ നല്ല കുറുകി നല്ല തിക്ക് ക്രീമി ആയിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കണം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അതേപോലെ ഈ സമയത്ത് അതിൻ്റെ ഉപ്പും മധുരവും എരിവൊക്കെ നോക്കണം. അതിനനുസരിച്ചിട്ട് ഇപ്പോൾ സോസിൻ്റെ ഒരു പുളി അല്പം കൂടുതലാണ്, മധുരം കുറവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിവിടെ ഉപ്പും കുറച്ച് കുറവുണ്ട്. അതേപോലെ പഞ്ചസാര നമുക്ക് ഇത്തിരി ചേർക്കണം. ഒരു ചെറിയൊരു മധുര ടേസ്റ്റ് വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 to 1 ടീസ്പൂണിൻ്റെ ഉള്ളിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ ഒരു അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. ചിലർക്ക് നല്ല മധുരമുള്ളത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത്ര മധുരമുള്ളത് ഇഷ്ടമാവില്ല. അപ്പോൾ ഈ ഗ്രേവി നല്ല തിക്കായി തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ഫ്രൈഡ് പീസസ് ഇടാം. ഒന്ന് നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ടേൺ ഓഫ് ചെയ്യാം. അതായത് തീ ഓഫ് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ വീണ്ടും സ്പ്രിംഗ് ഓണിയൻസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാണ്. ചില്ലി ചിക്കനൊക്കെ നല്ല ചൂടോടെ കഴിക്കാനാണ് എപ്പോഴും നല്ലത് കേട്ടോ. അതേപോലെ ചില്ലി ചിക്കൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ഒന്നെന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ ഉള്ളത് നമ്മുടെ പൊറോട്ടയും ചില്ലി ചിക്കനൊക്കെ ആർക്കാലും ഇഷ്ടമില്ലാത്തത്. അപ്പോൾ ഇതാ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കിയത് എഗ് ഫ്രൈഡ് റൈസ് ആയിരുന്നു. എഗ് ഫ്രൈഡ് റൈസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ മുന്നത്തെ റെസിപ്പി നോക്കിയിട്ട് ഉണ്ടാക്കുക. ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.